നമസ്കാരം. ഞാൻ കൃഷ്ണദാസ്, ആഞ്ജനേയ ജ്യോതിശാലയൻ. ഓം നമ ശിവായ. മനോജവം മാരുതതുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ടം വാതാത്മജം വാനരയോധമുഖ്യം ശ്രീരാമദൂതം ശിരസാ നമാമി. ഏവർക്കും ബജരംഗി മീഡിയയിലേക്ക് സ്വാഗതം. കൊല്ലവർഷം 1200 മേടമാസം 31 തീയതി, 2025 മെയ് മാസം 14 ബുധനാഴ്ച. വ്യാഴം, സർവേശ്വരനായ വ്യാഴം ഇടവരാശിയിൽ നിന്ന് മിഥുനം രാശിയിലേക്ക് പ്രവേശിക്കുന്നു. ഈ രാശി മാറ്റം കൊണ്ട് ഗുണമാകുന്ന ചില കൂറുകാർ, പ്രധാനമായിട്ടും ചിങ്ങക്കൂറിൽ വരുന്ന പൂരം, മകം, പൂരം, ഉത്രം നക്ഷത്രക്കാര്, അതുപോലെ തുലാം രാശിയിൽ വരുന്ന വിശാഖം, ചിത്തിര, ചോതി ഈ നക്ഷത്രക്കാര്, മൂലം, പൂരാടം, ഉത്രാടം, ധനുക്കൂറിൽ വരുന്ന ഈ നക്ഷത്രക്കാർക്ക് ഇവർക്കൊക്കെ വളരെയധികം ഗുണം ചെയ്യുന്ന ഒരു കാലഘട്ടമാണ്. അതുപോലെ തന്നെ കുംഭക്കൂറിൽ വരുന്ന അവിട്ടം, ചതയം, പൂരോട്ടാതി, മുക്കാല്, മീനക്കൂറിൽ വരുന്ന പൂരോട്ടാതി, കാല്, ഉത്രട്ടാതി, രേവതി ഈ നക്ഷത്രക്കാർക്ക് പരിപൂർണമായിട്ട് ഈശ്വരാധീനം വന്നിട്ട് അവരുടെ തടസ്സപ്പെട്ട് കിടക്കുന്ന കാര്യങ്ങളെല്ലാം നല്ല രീതിയിലാകുക. അപ്പൊ ഈ ചിങ്ങക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം കർമ്മപരമായിട്ട് ഉയർച്ച, നേട്ടങ്ങള്, പുതിയ അവസരങ്ങൾ കണ്ടെത്തുക, ലാഭങ്ങൾ ഉണ്ടാകുക, അതുപോലെ തടസ്സപ്പെട്ടിരുന്ന പല കാര്യങ്ങളും അനുകൂലമായി വരിക എന്നിവയും മനസന്തോഷം ഉണ്ടാവുന്ന കാര്യങ്ങൾ നടക്കുകയും ചെയ്യുന്ന ഒരു കാലഘട്ടമാണ്. സഹായ ഹസ്തങ്ങൾ പല സ്ഥലത്തുനിന്നും കിട്ടാനുള്ള ഒരു അവസരം കൂടി ഈ മാറ്റം കൊണ്ട് നമുക്ക് പ്രതീക്ഷിക്കാം. മനസന്തോഷം, അതുകൊണ്ട് സന്താനങ്ങളിൽ നിന്നുള്ള അനുകൂലത ഇത്യാദി കാര്യങ്ങളും നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ഇവരെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ 9ാം ഭാവത്തിലേക്കുള്ള വിശേഷാൽ ദൃഷ്ടി കൊണ്ട് തന്നെ ഭാഗ്യം തെളിയുന്ന ഒരു കാലഘട്ടം കൂടിയായിട്ട് പറയാം എന്നുള്ളതാണ് ഇവിടെ പറയാനുള്ളത്. അതുപോലെ തുലാം രാശിയിൽ വരുന്ന ചിത്തിര, ചോതി, വിശാഖം നക്ഷത്രക്കാർക്കും ഈ രാശി മാറ്റം വളരെ ഗുണകരമായിട്ട് വരികയാണ്. അഷ്ടമത്തിൽ നിന്ന് 9ാം ഭാവത്തിലേക്ക്, ഭാഗ്യസ്ഥാനത്തേക്ക് മാറുന്നു. അതുകൊണ്ട് തന്നെ അവരുടെ ഭാഗ്യം തെളിയാനും പൂർവികമായിട്ടുള്ള സ്വത്ത് കിട്ടാനും ഭൂമി സംബന്ധമായ നേട്ടങ്ങൾ ഉണ്ടാവാനും ജോലിയിൽ ഉയർച്ച ഉണ്ടാവാനും അതുപോലെ വളരെ ഉന്മേഷവും ഉത്സാഹത്തോടു കൂടി പ്രവർത്തിക്കാനും വ്യക്തിപരമായിട്ട് ശാരീരിക ബുദ്ധിമുട്ടുകളെല്ലാം മാറി നല്ല ഉത്സാഹകരമായിട്ട് പ്രവർത്തിക്കാനുള്ള ഒരു അവസരം ഇവിടെ കിട്ടുന്നു. അതുപോലെ അടുത്ത രാശി ധനുരാശി, മൂലം, പൂരാടം, ഉത്രാടം ഈ നക്ഷത്രക്കാരെ സംബന്ധിച്ച് വരവ് കൂടാനും അതുപോലെ ദാമ്പത്യ ജീവിതം, പാർട്ട്ണർഷിപ്പ് ബിസിനസ് എന്നിവ മെച്ചപ്പെടാനും വളരെ ഗുണകരമാണ്. അതുപോലെ സ്വത്തുക്കൾ വാങ്ങാനും സ്വത്തുക്കളെ ക്രയവിക്രയ കാര്യങ്ങൾ ചെയ്യുന്നതിനും വളരെ ഗുണകരമായി ഭവിക്കും. കുംഭക്കൂറുകാരിൽ വരുന്ന അവിട്ടം, ചതയം, പൂരോട്ടാതി, മുക്കാല് ഈ നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം മന്ത്രസ്ഥാനത്തേക്കാണ് വ്യാഴത്തിന്റെ ഗതി പോകുന്നത്. അതുകൊണ്ട് തന്നെ ഈശ്വര പ്രാർത്ഥന കൊണ്ട് തടസ്സപ്പെട്ടിരുന്ന പല കാര്യങ്ങളും അനുകൂലമാക്കാനും സന്താനങ്ങളിൽ നിന്ന് സന്തോഷ വാർത്തകൾ ലഭിക്കുവാനും അതുപോലെ മനസന്തോഷം ഉണ്ടാവണ കാര്യങ്ങൾ നടക്കുവാനും ജീവിതത്തിൽ മാറ്റങ്ങൾ, പുതിയ അവസരങ്ങൾ, ഇതുവരെ തളർന്നു കിടന്നിരുന്ന പല കാര്യങ്ങളും അനുകൂലമായി വരികയും അതുപോലെ തന്നെ പുതിയ അവസരങ്ങൾ വന്നു ചേരുകയും അതിലൂടെ സാമ്പത്തിക ഉയർച്ചയ്ക്കുള്ള ഒരു അവസ്ഥയും കൂടി വന്നു ചേരും എന്നുള്ളതാണ് പറയാനുള്ളത്. ഇനി മീനക്കൂറിനെ സംബന്ധിച്ച് പൂരോട്ടാതി, കാല്, ഉത്രട്ടാതി, രേവതി ഈ നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം 3 നിന്നുകൊണ്ട് വ്യാഴം 4ലേക്ക് പ്രവേശിക്കുകയാണ്. അപ്പൊ 4 എന്ന് പറയുമ്പോൾ വീട്ട്, വാഹനം ഇത്യാദികളിൽ നിന്നുള്ള നേട്ടങ്ങൾ, അതുപോലെ കർമ്മസംബന്ധമായിട്ട് ഉയരാനുള്ള അവസ്ഥ, ജീവിതത്തില് അപ്രതീക്ഷിതമായിട്ട് നേട്ടങ്ങൾ കൈവരിക്കാൻ പറ്റുക, ദുരിതങ്ങൾ ഒഴിഞ്ഞു നിൽക്കുക, ശാരീരിക ബുദ്ധിമുട്ടുകളിൽ കുറവ് വരിക എന്നിങ്ങനെ ജന്മശനി ആണെങ്കിൽ കൂടി
രാശ്യാധിപനായ വ്യാഴം 4ലേക്ക് പ്രവേശിക്കുന്നത് കൊണ്ടും ആ വ്യാഴത്തിന്റെ ദൃഷ്ടി 12ാം ഭാവത്തിലേക്ക് വരുന്നത് കൊണ്ടും ഇവരെ സംബന്ധിച്ചിടത്തോളം ദുരിതങ്ങൾ കുറഞ്ഞു നിൽക്കുന്ന ഒരു കാലഘട്ടമായിട്ട് പറയാം. ഇവരെ സംബന്ധിച്ചിടത്തോളം വ്യാഴത്തിന്റെ അനുകൂലത ഈ 14ാം തീയതി തുടങ്ങിയിട്ട് കഷ്ടിച്ച് 22 മാസം വളരെ അനുകൂലമായിരിക്കും. അതുപോലെ തന്നെ വ്യാഴം പ്രതികൂലമായി ഇരിക്കുന്നവർക്ക് വിഷ്ണു ക്ഷേത്രത്തില് വിഷ്ണു സഹസ്രനാമാർച്ചന, അതുപോലെ അഷ്ടോത്തര നാമാർച്ചന എന്നിവ നടത്തുന്നത് വളരെ ഗുണകരമായിരിക്കും. നന്ദി, നമസ്കാരം.